പ്രണയസാഫല്യം എപ്പിസോഡ് 54. രചന മനഃശലഭം. അവതരണം ലിൻസി. അപ്പം നാളെ പോകുമല്ലേ? ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് സാലിമ ചോദിച്ചു. അത് കൊള്ളാം, പിന്നെ പോകണ്ടേ? ഇനിയും ചെല്ലാതിരുന്നാ എൻ്റെ ജോലി പോകും, അനിരുദ്ധൻ പറഞ്ഞു. ഇനി എപ്പോഴാണ് കാണുക? നീ ചെന്നൈക്ക് പോരുമ്പോൾ കാണാമല്ലോ. എന്നെ വിളിക്കണം കേട്ടോ. ഇല്ല, വിളിക്കില്ല. സാലിമ മിണ്ടിയില്ല. പിണക്കമാണെന്ന് അനിരുദ്ധന് മനസ്സിലായി. എടി മുത്തേ, നിന്നെ ഞാൻ വിളിക്കാതിരിക്കുമോ? എനിക്കറിയത്തില്ല, ഭയങ്കര സങ്കടം വരുക. പോട്ടെ, സാരമില്ല, നാളെ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ യാത്ര പറയാൻ വരുന്നതാ. എനിക്ക് പേടിയൊന്നുമില്ല. അതെനിക്കറിയാം. നിനക്ക് പേടിയില്ല, നീ ഭയങ്കര ധൈര്യശാലിയാണെന്ന്. അതെങ്ങനെ അറിയാം? ആ കാവിൽ വെച്ച് നീ എന്നെ ഉമ്മ വെച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. എങ്ങനെയാന്ന് ഞാൻ നല്ലോണം പഠിപ്പിച്ചു തരാം, അനിരുദ്ധൻ കുസൃതിയോട് പറഞ്ഞു. ഞാൻ വയ്ക്കുക. സാലിമയ്ക്ക് നാണമായി. വെക്കല്ലേ, എന്തെങ്കിലും പറ. ഗുഡ് നൈറ്റ്. നിനക്ക് ഐ ലവ് യു എന്ന് പറയാൻ പാടില്ലേ? പറയണോ? അറിയില്ലേ? എന്നാലും പറ. ആ നാവിന്നൊന്ന് കേൾക്കാനൊരു കൊതി. അനിയേട്ടാ, ഓയ്, ഐ ലവ് യു എൻ്റെ മുത്തേ, അനിരുദ്ധൻ വിളിച്ചു. എന്നിട്ടെന്താ? മോതിരം മാറി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും പോയി, അമീന പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ ഒത്തില്ലല്ലോ, മൈമുന് വിഷമത്തോടെ പറഞ്ഞു. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്, അവൾ അയച്ചു തരും. അന്നേരം ഞാൻ കാണിച്ചു തരാം. അല്ല, അൻവറിനെ ഉമ്മ പറഞ്ഞു വിട്ടതാണോ? ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, നിനക്കൊന്ന് പോകരുതോന്ന്. അന്നേരം ഒന്നും മിണ്ടിയില്ല. പോകുമെന്ന് ഞാനും കരുതിയില്ല. ഹിറ്റ്ലർ എന്ത് പറയുന്നു? ഇതേ പെണ്ണെ, മൈമുന ശാസനയോടെ വിളിച്ചു. ഉമ്മ, ഞാൻ നാളെ പോവാട്ടോ. 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? പോട്ടെ ഉമ്മ, പിന്നൊരു ദിവസം വരാം. മൈമുന പിന്നെ ഒന്നും പറഞ്ഞില്ല. നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. അടുത്ത ദിവസം അമീന മോളെയും കൊണ്ട് തിരികെ പോയി. ഷറഫുദ്ദീൻ ആകെ അസ്വസ്ഥനായിരുന്നു. അബ്ദുൽ ഖാദർ അനിരുദ്ധനുമായി സാലിമയുടെ നിശ്ചയം നടത്തുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചില്ല. താൻ അല്പം ബലം പിടിച്ചു നിൽക്കുമ്പോൾ അയാൾ പിന്മാറുമെന്നാണ് ഷറഫുദ്ദീൻ കരുതിയത്. ബന്ധുത്വത്തെക്കാൾ ഉപരി സൗഹൃദമായിരുന്നു. ഏത് പാതിരാത്രിക്കും വിളിച്ച് എന്ത് സഹായവും ആവശ്യപ്പെടാൻ പാകത്തിലുള്ള സൗഹൃദം. ചിന്തകൾ കാട് കയറും തോറും അയാൾക്ക് വ്യസനവും അധികരിച്ചു. എന്ത് പണിയാണ് കാണിച്ചത്? ഇതൊക്കെ തെറ്റല്ലേ? പാപമല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൾക്കൊരു തെറ്റുപറ്റി. താനത് തിരുത്തി. അവൾ ഇന്ന് സന്തോഷമായി ജീവിക്കുന്നില്ലേ? അബ്ദുൽ ഖാദർ മനസ്സ് വെച്ച് ഇതും തിരുത്തുകയല്ലേ വേണ്ടിയിരുന്നത്? നിശ്ചയത്തിന് പോയില്ലെങ്കിൽ കൂടി വിശേഷങ്ങൾ അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞു. അതിശയിപ്പിച്ചൊരു വസ്തുത, അബ്ദുൽ ഖാദറിൻ്റെ മകൾ അച്യുതാനന്ദൻ്റെ മകനെ കല്യാണം കഴിക്കുന്നത് ആർക്കും ഒരു പ്രശ്നമല്ല. തനിക്ക് മാത്രമാണ് പ്രശ്നം. അബ്ദുൽ ഖാദറിൻ്റെ ബന്ധുക്കളെല്ലാം സഹകരിച്ചു. ആദ്യമുണ്ടായിരുന്ന മുറുമുറുപ്പ് അനിരുദ്ധനെ കണ്ടപ്പോൾ ഇല്ലാതായി എന്നാണ് കേട്ടത്. അവർ തമ്മിൽ അത്ര കണ്ട് ചേർച്ചയാണ് പോലും. നാട്ടുകാർക്കിടയിലും ഇതൊരു സംസാര വിഷയം പോലും അല്ല. നാട്ടിൽ എത്രയെത്ര കല്യാണങ്ങൾ നടക്കുന്നു. ഇത് അതിലൊന്നും അത്രേ ഉള്ളൂ. തനിക്കാണ് പ്രശ്നം, തനിക്കാണ് വിരോധം. നിശ്ചയം ക്ഷണിക്കാൻ വന്നവരെ താൻ വീട്ടിലേക്ക് കയറ്റിയില്ല. മേലാൽ ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞ് അപമാനിച്ചു. തെറ്റല്ലേ? പക്ഷേ ഇസ്ലാമായ സാലിമ ഹിന്ദുവായ അനിരുദ്ധനെ കല്യാണം കഴിക്കുന്നതോ? അത് അതിലും വലിയൊരു തെറ്റല്ലേ? ഷറഫുദ്ദീന് തല പെരുത്തുപോയി. എന്തൊക്കെയോ വല്ലായ്മകൾ. അയാൾക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ കൊതി തോന്നി. മനസ്സിൻ്റെ ഒരു പുറം വേദനിക്കുകയാണ്, മറുപുറം ദുരഭിമാനത്തിൻ്റെ ചട്ടക്കൂടുകൾ പൊളിച്ച് പുറത്തു വരാൻ കൂട്ടാക്കുന്നതുമില്ല. എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അമീന പോകാൻ തയ്യാറായി വരുന്നത് കണ്ടത്. അവൾ ഒന്നും മിണ്ടാതെ ഉമ്മറത്തേക്ക് വന്നു. അയാളെ ഒന്ന് പാളി നോക്കി. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പോകുക. പിന്നെ മറുപടിക്ക് കാക്കാതെ പടികളിറങ്ങി. അമീന തന്നോട് സംസാരിക്കാറേ ഇല്ല എന്നയാളെ ഓർത്തു. വളരെ ബന്ധപ്പെട്ട് 2-3 വാക്കുകൾ, അതും അറിയാതെ നേർക്കുനേർ കണ്ടുപോയാൽ മാത്രം. ആദ്യമേ ഒരു വാപ്പ മകളെന്ന ആത്മബന്ധമൊന്നുമില്ല. ചെറുപ്പത്തിൽ എപ്പോഴോ എടുത്തു നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ഓർമ്മകൾക്കും നിറമങ്ങി. അമീനയെ കൊഞ്ചിച്ച നാളുകൾ അയാൾ സ്മൃതിയിൽ തിരഞ്ഞു. ഒന്നും ഓർമ്മ വന്നില്ല. അയാൾക്ക് ആശ്ചര്യം തോന്നി. തൻ്റെ മകളല്ലേ, ആദ്യത്തെ കൺമണി. നിൽക്ക്, ഞാൻ കൊണ്ടുവിടാം. പെട്ടെന്നത് ഓർത്ത പോലെ ഷറഫുദ്ദീൻ പറഞ്ഞു. വേണ്ട. അറുത്ത് മുറിച്ചതുപോലെ അത്രയും പറഞ്ഞിട്ട് അവൾ മിന്നുമോളുമായി നടന്നുപോയി. പൊടുന്നിനൊരു ഏകാന്തത തന്നെ വന്ന് പൊതിയുന്നത് പോലെ അയാൾക്ക് തോന്നി. ആരും ഇല്ലേ തനിക്ക്? ഈ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം അങ്ങേയറ്റം ബഹുമാനത്തോടെയും ഭയത്തോടെയും നോക്കിയിരുന്ന മാന്യദേഹം തന്നെയല്ലേ ഞാൻ? അതെ ഷറഫുദ്ദീൻ തന്നെ. പൊടുന്നതിന് ഇങ്ങനെയൊരു ശോകം വന്ന് പൊതിയാനും മാത്രം എന്തുണ്ടായി? കഴിഞ്ഞ 60 വർഷങ്ങളായി ജീവിച്ചു പോന്ന ജീവിതത്തിലേക്ക് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഭൂതകാലത്തിൻ്റെ ഏടുകൾ തിരിഞ്ഞു പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നു, നാളിതുവരെ താൻ തനിക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. തൻ്റെ സന്തോഷം, അഭിമാനം, ആത്മസംതൃപ്തി. തറവാട്ടിലെല്ലാവരും ദീനീയമായി ഒരുപാട് അറിവുള്ളവരായിരുന്നു. അന്ന് കാലത്ത് സ്കൂൾ പഠനത്തെക്കാൾ ഉപരി മദ്രസ പഠനത്തിനാണ് വാപ്പയും പ്രാധാന്യം നൽകിയിരുന്നത്. പെൺകുട്ടികൾക്ക് അടുക്കള വിട്ടൊരു ലോകമുണ്ടായിരുന്നില്ല. ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്വന്തം വ്യക്തിത്വം പോലും ഉണ്ടായിരുന്നില്ല. അതേ രീതിയിൽ തന്നെയാണ് ഭാര്യയെ മകളെ സമീപിച്ചത്. മൈമുനയ്ക്ക് ഇപ്പോഴും തൻ്റെ നേർക്ക് നോക്കി എന്തെങ്കിലും പറയാൻ ഭയമാണ്. അമീനയ്ക്കും അതെ.
ഇപ്പോൾ അവളുടെ കുഞ്ഞിനെ പോലും മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിക്കാറില്ല. അബ്ദുൽ ഖാദർ നേരെ തിരിച്ചാണ്. മെഹ്റുബയോടും കുട്ടികളോടും കൂട്ടുകാരെന്ന പോലെയാണ് പെരുമാറാറ്. അമീനിക്ക് അൻവറിനും തന്നെക്കാൾ അടുപ്പം അവനോടാണ്. പിള്ളേരെ എടുത്ത് തലയിൽ വെക്കരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായി? കണ്ടില്ലേ മോൾ അന്യമതക്കാരൻ്റെ കൂടെ പൊറുക്കാൻ പോണത്? അങ്ങനെ വേണം. തൻ്റെ രീതിയാണ് ശരി, താനാണ് ശരി. ഷറഫുദ്ദീൻ വലതുകാലെടുത്ത് ഇടതുകാലിൻ്റെ മുകളിൽ വെച്ചു. ചാരുകസേരയിൽ ചാരിയിരുന്നു. അമീനെ മിന്നുമോളയും കൊണ്ട് നടക്കുന്നത് ഒരു പൊട്ടുപോലെ അയാളുടെ കണ്ണിൽപ്പെട്ടു. അവൾ അകന്നകന്ന് പോവുകയാണ്. പോട്ടെ പോട്ടെ. അയാൾ കണ്ണുകളടച്ചു. കാത്തിരുന്ന് സാൽമിക്ക് മെയിൽ വന്നു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്യണം. 6 മാസം ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാം. 1 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരളത്തിലേക്ക് മാറ്റി വാങ്ങിക്കാം. കാത്തിരുന്ന് ഇനി ഒരു പക്ഷെ വരാതിരിക്കുമോ എന്ന ഭയത്തിലായിരുന്നു സാലിമ. വന്നെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് ഒരു പദം ആടാൻ കൊതി തോന്നിപ്പോയി. ഹോട്ടലിലായിരുന്ന അബ്ദുൽ ഖാദറിനെ വിളിച്ചാണ് ആദ്യം പറഞ്ഞത്. ഉമ്മയെ വിളിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. പിന്നെ ഓടിപ്പോയി നൂറുദ്ദീൻ സാഹിബിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ അതിനിപ്പോൾ എന്താ എന്നൊരു ഭാവം. മൃദുലമായ ആ കവളിൽ നോവാത്ത വിധം ഒന്ന് പിച്ചിട്ട് അവൾ പറഞ്ഞു, ഞാൻ ജോലിക്കാരിയായി, എൻജിനീയറായി, മാസാമാസം വല്ലതും തന്നോണം. പുള്ളിക്കാരൻ ഗൗരവത്തിൽ പറഞ്ഞു. KSRTCന്ന് റിട്ടയറായ നൂറുദ്ദീൻ സാഹിബിന് പെൻഷനുണ്ട്. ഭാര്യ സൈനബ LP സ്കൂൾ ടീച്ചറായിരുന്നു. അതിൻ്റെ പെൻഷനും നൂറുദ്ദീൻ സാഹിബിൻ്റെ സമ്പാദ്യമാണ്. ഓ തന്നേക്കാമേ. അവൾ അകത്തേക്ക് പോയി. ഫോൺ എടുത്ത് അമീനെ വിളിച്ച് കാര്യം പറഞ്ഞു. ബഷീക്കൊരു മെസ്സേജ് ഇട്ടു. പിന്നെ അനിരുദ്ധൻ്റെ കോണ്ടാക്റ്റ് എടുത്തു. പെട്ടെന്ന് അവൾക്ക് മൈമിനിയെ ഓർമ്മ വന്നു. മൂത്തുമ്മ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഒന്ന് പറയണ്ടേ? ദേഷ്യമായിരിക്കുമോ തന്നോട്? വഴക്ക് പറഞ്ഞോട്ടെ, സാരമില്ല. സാലിമ ഒരു നെടുവീർപ്പോടെ മൈമിനിയുടെ നമ്പർ ഡയൽ ചെയ്തു. മോളെ. അവരുടെ സ്നേഹസാന്ദ്രമായ സ്വരം. മൂത്തുമ്മ പിണക്കാണോ എന്നോട്? ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നേ? എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ. എന്നിട്ട് എന്ത് ഇന്നലെ വരാതിരുന്നേ? മൂത്താപ്പയെ അറിയില്ലേ മോളെ? എനിക്ക് ജോലിക്കുള്ള കത്ത് വന്നു. അടുത്ത ആഴ്ച പോകണം ചെന്നൈയിൽ. അൽഹംദുലില്ലാ, ഞാൻ എപ്പോഴും നിസ്കരിച്ച് ദുആയിരിക്കുമായിരുന്നു. എന്തായാലും വന്നല്ലോ. എന്നാ പോണത്? അറിഞ്ഞൂടാ. വാപ്പച്ചി വന്നിട്ട് ആലോചിച്ചിട്ട്. നിന്റെ ചെറുക്കന് സുഖാണോ? മൈമുന പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പിന്നെ പരമസുഖം. നാളെ പോകും ചെന്നൈക്ക് ജോലിക്ക് കയറാൻ. റബ്ബ് ഹയറാക്കട്ടെ. മോൾ ഇന്നലത്തെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിലോട്ട് ഇട്ടതാ, ഞാനൊന്ന് കാണട്ടെ. വാട്സപ്പ് നോക്കാൻ അറിയുമോ? അല്ല, ഇല്ല. നോക്കട്ടെ. നാളെയോ മറ്റന്നാളോ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട കുഞ്ഞെ, മൂപ്പര് വല്ലതും പറയും. പറഞ്ഞോട്ടെ. എൻ്റെ വാപ്പാട് സ്ഥാനമുള്ള ആളല്ലേ. മൂത്താപ്പ 2 വഴക്ക് പറഞ്ഞാലും തല്ലിയാലും വേണ്ടില്ല, പിണങ്ങിയിരിക്കാതിരുന്നാൽ മതി. വാപ്പച്ചിക്ക് നല്ല സങ്കടമുണ്ട്. അത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്തോ പറയാനാ. നീ വരുന്നുണ്ടെങ്കിൽ അങ്ങേരില്ലാത്തപ്പോൾ വാ. നിന്നെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. എന്തിനാ വെറുതെ? ആയിക്കോട്ടെ, ഞാനെന്ന് വെച്ചോട്ടെ. വെച്ചോ മോളെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. കോൾ കട്ടായി. അടുത്ത സെക്കൻഡിൽ അനിരുദ്ധൻ്റെ കോൾ വന്നു. ഭയങ്കര ആയുസ്സാ കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ കാര്യം? എനിക്ക് മെയിൽ വന്നു. അടുത്ത ആഴ്ച പോകണം. എൻ്റെ ഭഗവതി, ഇവന്മാർക്കിത് നേരത്തെ വിട്ടുകൂടായിരുന്നോ? എങ്കിൽ നാളെ എൻ്റെ കൂടെ വരായിരുന്നല്ലോ. നാളെ പോകുമല്ലേ? അതെ. ഇനി ഉടനെ എങ്ങും ലീവ് നോക്കണ്ട. പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണ്ടേ? ഇന്നലെയല്ലേ കണ്ടത്? ഓ അതൊന്നും പറയണ്ട. നിറയെ ആളും ബഹളവും. ഒന്ന് തനിച്ച് കിട്ടിയില്ലല്ലോ. എൻ്റെ ഉമ്മ പെൻഡിങ് ആണേ. അത് പെൻഡിങ്ങിൽ തന്നെ ഇരുന്നോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് തരാം. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. ഏത് പള്ളിയിൽ? പെരുമല പള്ളിയിൽ. അനിയേട്ടാ. എന്തോ? എനിക്ക് പേടിയുണ്ട്. ഉമ്മ വയ്ക്കാൻ എന്തിനാ പേടി? മോള് കണ്ണടച്ച് നിന്നാൽ മതി. ബാക്കി ചേട്ടൻ ചെയ്തോളാം. പോടാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ജോലിക്ക് പോകാൻ പേടിയാവുന്നെന്ന്. അത് സാരമില്ല. അവിടെ ചെന്ന് എല്ലാം ഒന്ന് പരിചയമാകുമ്പോൾ ശരിയാകും. നിനക്ക് പഠിക്കാൻ പോകാനും പേടിയായിരുന്നല്ലോ. ശരിയാ, പേടിയുണ്ടായിരുന്നു. അന്ന് ഞാനല്ലേ പേടി മാറ്റി തന്നത്. സാലിമയുടെ കവിളുകൾ അരുണാഭമായി. ഞാൻ ആ വിഷ്ണുവിൻ്റെ വീടിൻ്റെ പിന്നാലെ കിണറ്റിൻ്റെ അടുത്തുണ്ട്. ഇങ്ങ് പോരെ, പേടി മാറ്റിത്തരാം. സാലിമ അന്താളിച്ചു. അടുത്ത നിമിഷം ഫോൺ കിടക്കയിലേക്ക് ഇട്ടിട്ട് അവൾ അങ്ങോട്ടോടി. പറഞ്ഞതുപോലെ അനിരുദ്ധൻ അവിടെ ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അനിരുദ്ധൻ അവളെ പൊക്കിയെടുത്ത് വിറകുപുരയിലേക്കാണ് നടന്നത്. അതിനകത്തെ ചുമരിൽ അവളെ ചാരി നിർത്തി അവൻ അവളെ നോക്കി. ഇതിനകത്ത് പാമ്പ് കാണും, അവൾ പറഞ്ഞു. ശരി, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മൂടുകളയല്ലേ. അനിരുദ്ധൻ അവളുടെ കവിളിൽ തലോടി. നാളെ എപ്പോഴാണ് പോണേ? അത് രാവിലെ പോകും. മറ്റന്നാൾ ജോയിൻ ചെയ്യണം. ട്രെയിനിനാണ് പോണത്. ഇനി എപ്പോഴാണ് കാണുക? ഇനിയല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. അനിരുദ്ധൻ അവളുടെ ദേഹത്തേക്ക് തൻ്റെ ദേഹം അമർത്തി. അനിയേട്ടൻ നാവലൂരല്ലേ? ഞാൻ സിർസരി. രണ്ടും തമ്മിൽ 1 മണിക്കൂർ യാത്രയ്ക്കുള്ള ദൂരമുണ്ട്, സാൽമ പറഞ്ഞു. എൻ്റെ മഹാദേവ. അനിരുദ്ധൻ അമ്പരന്നു. എടി, അപ്പോൾ നാവലൂരല്ലേ നിനക്ക് കിട്ടിയത്? അല്ലെന്നേ, മെയിലിൽ സിരുസരിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സാരമില്ലെന്നേ. പ്രേമിക്കുന്നവർക്ക് അതൊക്കെ ഒരു ദൂരമാണോ സാൽമേ? പ്രേമിക്കുന്നവർക്ക് ദൂരമല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എന്തു ചെയ്യും? അന്നേരം നമുക്ക് ഷോലിംഗനല്ലൂർ ഒരു വീടെടുത്ത് താമസിക്കാം. അവിടുന്ന് എനിക്കും നിനക്കും 1/2 മണിക്കൂറിൽ പോയി വരാവുന്ന ദൂരമേ കാണൂ.
എന്താ പ്ലാനിങ്? പിന്നല്ല, ഞാൻ ആരാ മോൻ? അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചു. അനിരുദ്ധൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. അപ്പോൾ ഇനി യാത്രയില്ല. ഞാൻ നാളെ പോകുക. നീ വരുന്ന ദിവസം എന്നോട് പറയണേ. ഞാൻ പെർമിഷൻ എടുത്ത് വരാൻ നോക്കാം. അവിടെ PGയോ ഹോസ്റ്റലോ എന്താന്ന് വെച്ചാൽ നോക്കാം. വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ കാണില്ലേ? നോക്കാം. ഞാനെന്നാ പോയിക്കോട്ടെ? സാൽമ ചോദിച്ചു. പൊക്കോ. മുന്നീന്ന് മാറ്. അവൾ അത് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ അനിരുദ്ധൻ അവളുടെ അതിരങ്ങളിലേക്ക് തൻ്റേത് ചേർത്ത് വെച്ച് നുണഞ്ഞെടുത്തു. തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് സാൽമ പിടഞ്ഞുപോയി. മെല്ലെ മെല്ലെ ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്നുയരുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇനിയും മതിവരാതെ അനിരുദ്ധൻ അവളുടെ ചൊടി ഇതളുകൾ നുണഞ്ഞെടുത്തുകൊണ്ട് പ്രണയത്തിൻ്റെ അഗാധതകളിലേക്ക് പറന്നുകൊണ്ടിരുന്നു. നീലാകാശത്തിലൊരു വെള്ള മേഘത്തണ്ട് പോലെ പറന്നു നടക്കുകയാണ് താനെന്ന് സാൽമയ്ക്ക് തോന്നി. ദേഹം ഭാരമറ്റ തൂവൽ പോലെ പറന്നുകൊണ്ടിരിക്കുന്നു. അത് ദിശ അറിയാതെ കാറ്റിലൊഴുകുന്നു. അവളുടെ വിരലുകൾ അനിരുദ്ധൻ്റെ ഷർട്ടിൽ മുറുകി. അവൻ്റെ ചുണ്ടുകൾ അവളുടേതിനെ തടവിലാക്കിയിരിക്കുന്നു. അതിലോലമായി അവയെ ഓമനിക്കുന്നു. തൻ്റെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവൻ്റെ വിരലുകൾക്ക് പൊള്ളുന്ന ചൂടാണെന്ന് അവൾക്ക് തോന്നി. അവൻ അവളെ വാരിപ്പുണർന്നു. കരുത്തുറ്റ വിരലുകൾ മാറിനെ ഞെരിച്ചപ്പോൾ സാൽമ പിടഞ്ഞുപോയി. ഒടുവിലെപ്പോഴോ കീഴ്ചുണ്ടിൽ മൃദുവായി ഒന്ന് കടിച്ചുകൊണ്ട് അനിരുദ്ധൻ തൻ്റെ മുഖം അവളുടേതിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ അവൾ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ലജ്ജയാൽ വിവശയായിപ്പോയ സാൽമ പൊടുന്നനെ അനിരുദ്ധൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. തുടരും.